ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരു സാധാരണ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം തന്നെ അതിന് വേണ്ട സാധനങ്ങളുടെ പേര്: 1.5-2 നാരങ്ങ പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാൻ ഇവിടെ 4 ടീസ്പൂൺ എടുത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ ഏലക്ക 2 എണ്ണം, പിന്നെ 1 ഇഞ്ചി. ഇനി നമ്മൾ മിക്സി എടുക്കാം. മിക്സി എടുത്തിട്ട് അതിൻ്റെ മൂടി മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുത്ത് നമ്മളിത് വെക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒഴിക്കേണ്ട സാധനം നാരങ്ങ പിഴിഞ്ഞ് വെച്ചത്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക 2 എണ്ണം, ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സിലത്തെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് പഞ്ചസാരയും ഏലക്കയും പിന്നെ അതേപോലെ ഇഞ്ചിയും ചതയാൻ വേണ്ടി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പഞ്ചസാരയും പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് അടിക്കും. എനിക്കൊന്ന് അടിച്ചു തരാം. അപ്പൊ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല മണം, ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഇത് പൊടിച്ചു വെച്ചതിന്റെ നല്ല മണം. അപ്പൊ അതെ നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്ര വെള്ളം എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ നാരങ്ങളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. ഇതാണ്. അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടുമുറ്റത്ത് കാണുന്ന പോലെ തന്നെ ചുവന്ന ചീര. അപ്പൊ നമുക്ക് ഇത് ചുവന്ന ചീരയും വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ കളപ്പൊടി ഇട്ടൊന്നല്ലാത്ത ഉണ്ടാക്കുന്നത്. ഞാൻ നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ചുവന്ന ചീരയും വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതുണ്ടാക്കുന്ന രീതി ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് കുറച്ച് വെള്ളം വെക്കാം. എന്നിട്ട് ചീര നമ്മൾ ഇടാം. എന്നിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വെള്ളമായി വരും. നല്ല ചുവന്ന റെഡ് കളർ വെള്ളമായി വരും. അപ്പം നമ്മൾ ആ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഐസ് ട്രേ ഉണ്ടെങ്കിൽ ഐസ് ട്രേയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് ഐസ് ആക്കി എടുക്കാം. ഇത്ര ഉള്ളു കാര്യം. അപ്പൊ നിങ്ങൾ ഇത് കാണാൻ വേണ്ടി ഞാൻ ഈ ഐസ് ഒന്ന് എടുത്തിട്ട് കണ്ടില്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ? ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം. ഞാൻ ഒരു ഗ്ലാസ്സിൽ 3 എണ്ണം വെച്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇത് പിങ്ക് കളറായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് പിങ്ക് ഐസ്. അത് നമ്മുടെ ഐസിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഇതിൽ കൊഴിക്കാം. അപ്പൊ നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ കുട്ടി
കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ചീര വെച്ചുണ്ടാക്കിയതാ. ചീര എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ചീര എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഈ കളർ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. അപ്പം കളറുള്ള ഇത് നിങ്ങൾ എല്ലാവരും നോക്കുക. അപ്പം ഞാൻ ഇതൊന്ന് കുടിച്ചോട്ടെ. അടിപൊളി. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഇതൊന്നും കൂടി കുടിച്ചോട്ടെ. കുടിച്ചാൽ പിന്നെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതേപോലെയാണ് എനിക്ക് ഒരു ഐസ്ക്രീം ടേസ്റ്റ് പോലെയാണ് ഇത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയ ആൽഫി കുൽഫിയിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ചേട്ടാ ഇത് കുടിച്ചു നോക്കട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്.